അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. അനിശ്ചൻ നബി, ഒരാൾക്ക് തെറ്റ് ചെയ്യണമെന്നൊന്നും വിചാരമൊന്നുമില്ല, നല്ല ഉത്കൃഷ്ടനാണ് ആള്. പക്ഷെ എന്തു പറ്റി? ആരോ ഉള്ളിലിരുന്നു കൊണ്ട് അയാളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആരാണ് കൃഷ്ണ? ബലാദിവ നിയോജിത. ഹൂ ഈസ് ദാറ്റ് ഗൈ എന്നാണ്. ആരാണ് അയാളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. എല്ലാവരും തിരിച്ചറിയേണ്ടുന്നൊരു വസ്തുതയുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ രണ്ട് ശത്രുക്കൾ ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് പറയാണ്. ആരാണത്? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്നും, അതായത് എടുത്തുചാട്ടത്തിൽ നിന്നും ഉണ്ടാകുന്ന രണ്ട് ശത്രുക്കളാണ് അടക്കാൻ പറ്റാത്ത കാമവും നിയന്ത്രിക്കാൻ പറ്റാത്ത കോപവും, ക്രോധം. അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കാമവും ക്രോധവും. കാമവും ക്രോധവും നമ്മൾ പ്രകടിപ്പിക്കുന്നത്, ക്രോധം നമ്മൾ പ്രകടിപ്പിക്കുന്നത് നാവിലൂടെയാണ്, ശബ്ദത്തിലൂടെയാണ്. കാമം നമ്മൾ പ്രകടിപ്പിക്കുന്നത് പ്രവൃത്തികളിലൂടെയായിരിക്കാം. അതിന് വർത്തമാനം പറയണമെന്നൊന്നുമില്ല, ആക്ഷനും മതി, ഇല്ലേ? അടുത്ത വീട്ടിലേക്ക് നോക്കിയാലും മതി. വർത്തമാനത്തിന്റെ ആവശ്യമില്ല, ഡയലോഗിന്റെ ആവശ്യമില്ല. ഈ കോപവും കാമവും നമ്മുടെ ശത്രുക്കളാണെന്ന് അറിഞ്ഞ് അതിനെ രണ്ടിനെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് നല്ല രീതിയിൽ വാർത്തെടുക്കാമെന്നാണ്. ഈ ദേഷ്യം എന്ന് പറയുന്നത് തന്നെ ആങ്കർ ഈസ് എ ഷോർട്ട് ടൈം മാഡ്നസ് എന്നാണ്. പെട്ടെന്നുണ്ടാവുന്ന ഭ്രാന്താണത്തെ ക്രോധം എന്ന് പറയുന്നത്. എന്താണത്രേ ക്രോധത്തിന് കാരണം? നാം പ്രതീക്ഷിച്ച കാര്യം നടക്കാതെ വരുന്നതിലുള്ള പ്രതിഷേധമാണ് ക്രോധം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ശക്തിയില്ലായ്മയാണ് ക്രോധം. ദേഷ്യം കാണിക്കുന്നവരൊക്കെ ദുർബലന്മാരാണെന്നാണ് ഗീത പറയുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. അർജുന, നീ ഈ കൗരവന്മാരോട് കാണിക്കുന്ന കോപാവേശമുണ്ടല്ലോ. അർജുനൻ ക്രോധത്തിലാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വരുന്നത്. കൃഷ്ണനോട് പറയുന്നതാണല്ലോ, സേനയോർഭയോർ മധ്യേ രഥം സ്ഥാപയമച്യുത യാവദേതാൻ. ഞാനൊന്ന് കാണട്ടെ ആരാണ് എന്നോട് യുദ്ധത്തിന് വന്നത് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന അർജുനന്റെ ഉള്ളിലുള്ള വികാരം ക്രോധമായിരുന്നു. ഭഗവാൻ അർജുനോട് പറയുന്നത്, നിന്റെ മനസ്സിന്റെ ദൗർബല്യമാണ് നീ കാണിച്ചത്. അപ്പൊ ദേഷ്യപ്പെടുന്നവരൊക്കെ തിരിച്ചറിയേണ്ടുന്നൊരു വസ്തുത, നമ്മൾ സ്ട്രോങ് ആണെന്നല്ല മനസ്സിലാക്കേണ്ടത്. ദേഷ്യപ്പെടുന്നവരൊക്കെ ദുർബലരാണ്. ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് കോപം കാണിക്കുന്നത്. രണ്ടു തരത്തിലുള്ള കോപമുണ്ട് കേട്ടോ. ഒന്ന്, കോപാഭിനയമുണ്ട്. കോപാഭിനയം എന്ന് പറയുന്നത് മറ്റൊരാളെ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കോപാഭിനയം. അമ്മമാര് ചിലപ്പോൾ കുട്ടികളുടെ നേരെ കോപം കാണിക്കും. അതെന്തിനു വേണ്ടിയിട്ട്? ഒരു തെറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടിയോടൊരിക്കലും അമ്മയുടെ ഉള്ളിൽ കോപമുണ്ടാവില്ല. അമ്മ എപ്പോഴും ആ കുട്ടിയെ വാത്സല്യത്തോടുകൂടി എടുത്തുമ്മ വയ്ക്കും. എന്തെങ്കിലും വേണ്ടാത്ത സാധനം എടുത്താൽ ചിലപ്പോൾ അമ്മ ദേഷ്യം കൊണ്ട് രണ്ടെണ്ണം കൊടുത്തു എന്ന് വരും. ആ കൊടുക്കുന്ന കൈ കൊണ്ട് തന്നെ വാരി എടുത്ത് ഉമ്മ വയ്ക്കാനും അമ്മയ്ക്ക് സാധിക്കും. അത് കോപ അഭിനയമാണ്. കോപ അഭിനയം മനസ്സിനെ ബാധിക്കില്ല. എന്നാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യത്തിൽ നമ്മൾ പ്രതിഷേധം കാണിക്കുകയാണെങ്കിൽ ആ കോപം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സിസ്റ്റങ്ങളെ താളം തെറ്റിക്കുന്നതാണ്. ഈ കോപം ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടല്ലോ, വിഷാംശം ഉണ്ടാവുന്നുണ്ടത്രേ നമ്മുടെ ഉള്ളില്. പാമ്പുകളിൽ അത് വേഗം അറിയാൻ സാധിക്കും. പാമ്പിന് കോപം വന്നാൽ കൂടുതൽ അതിന് വിഷോൽപാദനം ഉണ്ടാവുന്ന പറയുന്നത്. അപ്പൊ പാമ്പുകൾക്കുണ്ടാകുമെങ്കിൽ ജീവജാലങ്ങൾക്കുണ്ടാവും. ഈ കടന്നല് തുടങ്ങിയിട്ടുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, തേള് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ,
അതിനെ നമ്മൾ കോപിപ്പിച്ചു കഴിഞ്ഞാൽ, കടന്നൽക്കൂടിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലല്ലോ അവർക്ക് കോപം വരും. ആ കുത്തുന്ന കടന്നലിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് വിഷം വരുന്നതാണ്. തീർച്ചയായിട്ടും മനുഷ്യനും കോപം വന്നാൽ ഉള്ളിൽ എന്തുണ്ടാവണം? വിഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്മണനോട് പറയുന്ന ഈ ഭാഗം വളരെ ശ്രദ്ധിക്കൂ. ഇതാണ് ഉത്കൃഷ്ട വിചാരം എന്ന് പറയുന്നത്. ലക്ഷ്മണ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്, പൗരുഷം കൊണ്ടൊരു കാര്യം നിനക്ക് സാധിക്കും, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒന്ന് നീ തിരിച്ചറിയണം, ഏതൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണോ നീ മോഹിച്ച് എന്നെ ചക്രവർത്തിയാക്കാൻ നിശ്ചയിക്കുന്നത്, ഇതെല്ലാം ഇപ്പോ കിട്ടിയെന്ന് വരും, എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാത്തതാണ്. ഇന്ന് ഉള്ളതൊന്നും നാളെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഏതിനു വേണ്ടി ജീവിക്കണം? നാളെ കൂടെ ഉണ്ടാവാത്തതിന് വേണ്ടി ജീവിക്കണോ, അതോ മരിക്കുന്നതുവരെ നമ്മുടെ കൂടെ ഉള്ളതിന് വേണ്ടി ജീവിക്കണോ? പലപ്പോഴും നമ്മൾ ജീവിതത്തെ ജീവിക്കുന്നതുണ്ടല്ലോ, നാം എന്തോ പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷിച്ച വസ്തു കിട്ടുന്നതാണ്, അത് അനുഭവിക്കുന്നതാണ് ജീവിതം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ വി ആർ നോട്ട് ലിവിങ് ഇൻ ദ പ്രസന്റ്, വി ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ് എന്നാണ്. സാധാരണക്കാര് മുഴുവൻ ജീവിക്കുന്നത് ഭൂതകാലത്തിലും ഭാവി കാലത്തിലാണ്. എന്താ, ഒന്നുകൂടി വ്യക്തമാക്കാം, വളരെ ശ്രദ്ധിക്കണേ. നാം ഭൂതകാലത്തിൽ നേടിയെടുത്തതെല്ലാം ഭാവി കാലത്തിൽ എന്റെ കൂടെ ഉണ്ടാകണം എന്ന പ്രതീക്ഷയിലും മോഹത്തിലും ജീവിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞത്? ഭൂതകാലത്തിൽ നാം എന്തൊക്കെ നേടിയിട്ടുണ്ടോ, വ്യക്തികള്, പണം, വീട്, അധികാരം, പലതും നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഭാവിയിലും എന്റെ കൂടെ ഉണ്ടാകണമെന്ന മോഹം, ആ പ്രതീക്ഷ, അതിനോടുള്ള ആസക്തി, അറ്റാച്ച്മെന്റ്, പൊസസീവ്നെസ്, ഇതാണ് നമ്മളെ തളർത്തുന്നതെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. അപ്പൊ നമ്മൾ തളരാതിരിക്കാൻ എന്ത് വേണം? ഭൂതകാലത്തിലുള്ളതൊന്നും ഭാവിയിലുണ്ടാവില്ല എന്ന അറിവും വേണം. എവിടെ ജീവിക്കാൻ പഠിക്കണം? ഭൂതത്തിലല്ല ജീവിക്കേണ്ടത്, ഭാവിയിലല്ല ജീവിക്കേണ്ടത്, വർത്തമാനകാലത്തിൽ ജീവിക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതം ലാഭമായിത്തീരുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തിയുടെ ജീവിതം റിയൽ ലൈഫായിത്തീരുന്നത് എപ്പോഴാണ്? വെൻ ഹി ലീവ്സ് ഇൻ ദ പ്രസന്റ്. പ്രസന്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ നടക്കുന്നതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നോ അതിനെ അതുപോലെ അങ്ങോട്ട്, ഈ നിമിഷം ഭഗവാൻ ഇതാണ് എനിക്ക് വച്ചത്, ഞാനിതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവർക്ക് ഭൂതകാലത്തിലുള്ളതൊന്നും കൂടെ ഉണ്ടാവണം എന്നല്ല അവർ മോഹിക്കുന്നത്, ഭാവിയിലെല്ലാം കൂടെ ഉണ്ടാവണം എന്നല്ല അവർ മോഹിക്കുന്നത്. ഇപ്പോ എന്ത് നടക്കുന്നുണ്ടോ അതാണ് ഈശ്വരൻ എനിക്കിപ്പോ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സന്തോഷത്തോടെ അവര് ഉൾക്കൊള്ളാൻ പഠിക്കണം. ശരിയാണോ? ഏത് ജീവിതമാണ് ശരിയായിട്ടുള്ള ജീവിതം? ഈ നിമിഷം എന്ത് നടക്കുന്നുണ്ടോ അത് ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കുക. അല്ല, സാധാരണ രീതിയിൽ ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊന്നിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് വളരെ വലിയൊരു പാടാണ് കേട്ടോ. ജീവിതത്തിൽ ഇത് അഭ്യസിച്ചാൽ നല്ലതാണ്. എന്ത്? ഓരോ നിമിഷവും എന്ത് സംഭവിക്കുന്നുവോ അതിനെ അതേപോലെ ഇങ്ങോട്ട് സ്വീകരിക്കുക. ലീവ് മൊമെന്റ് ടു മൊമെന്റ് എന്നാണ്. ഓരോ മൊമെന്റിലും ജീവിക്കുക. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും കഴിഞ്ഞ കാര്യത്തെ നമ്മളെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ നിമിഷത്തെ നമുക്ക് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധ്യമല്ല. പെരുമാറ്റങ്ങളും എങ്ങനെയാണ്? ഇന്നലെ അയാൾ എത്ര നന്നായി പെരുമാറി, ഇന്നെന്താ അയാൾ ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നോക്കൂ. നിങ്ങളുടെ ഭർത്താവ് എന്നും ഒരുപോലെ പെരുമാറിയിട്ടുണ്ടാവുമോ? പെരുമാറാൻ പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ എടുക്കരുതേ, ഒരേ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവുമോ? നിങ്ങൾക്കെന്നും ഒരേ രീതിയിൽ ഭർത്താവിനോട് പെരുമാറാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായില്ല. കല്യാണം കഴിച്ച നാളിൽ നിങ്ങൾ ഭർത്താവിനോട് പെരുമാറിയതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുമോ? എന്റെ സ്വാമി, അത് വേറെ ജീവിതമല്ലേ.
കല്യാണം കഴിച്ച നാളിൽ ഭർത്താവിനോട് പെരുമാറുന്നത് പോലെ പിന്നെ പെരുമാറാൻ പറ്റുമോ? ചിലര് വർത്തമാനം പറയുന്നത് കേട്ട് തന്നെ മനസ്സിലാവും എത്രയോ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോഴേ എടുത്തു വെച്ചോളൂട്ടോ എന്ന്. കല്യാണം കഴിച്ച സമയത്ത് അങ്ങനെ അപ്പോഴേതൊക്കെ എടുത്തു വെക്കാനൊക്കെ പറയോ? ഇല്ല. നോക്കൂ, ഞാൻ എടുത്തു വെക്കണോ? ഒന്ന് എടുത്തു വെക്കിട്ടോ എന്ന്. വാക്കിലൊക്കെ എത്ര മയത്വവും ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ 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 പോയി മയവും ഇല്ല. അത് എത്രത്തോളം റഫാക്കാൻ പറ്റുമോ അത്രത്തോളം റഫാക്കിയിട്ടൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് തന്നെ പഴയതുപോലെ മറ്റൊരാളോട് പെരുമാറാൻ സാധ്യമല്ലെങ്കിൽ മറ്റുള്ളവർക്കും പഴയതുപോലെ നമ്മളോട് പെരുമാറാൻ സാധ്യമല്ല. നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? മകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ എന്നോട് പെരുമാറിയോ അതേ രീതിയിൽ അവൻ കല്യാണം കഴിഞ്ഞാലും എന്നോട് പെരുമാറണം എന്ന് വിചാരിക്കുന്ന നിങ്ങൾ വിഡ്ഢികളല്ലേ? നിങ്ങൾ മാത്രമല്ല, എല്ലാവരും അല്ലേ? അപ്പൊ അതുകൊണ്ട് വിവേകത്തിൽ ജീവിക്കൂ, ഓരോ നിമിഷങ്ങളിലും ജീവിക്കൂ. ഇന്ന് ഇങ്ങനെയാണോ അങ്ങനെ, ഇതാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനെ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ലക്ഷ്മണ, നമ്മളെ തളർത്താൻ രാഷ്ട്രത്തിനോ ഒരമ്മയ്ക്കോ ഒരച്ഛനോ സാധ്യമല്ല. ഇതിലൊക്കെ അപ്പുറം എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? എത്ര ഗംഭീരാണ് നോക്കൂ. എന്നിട്ട് പറയുന്നു, ആയുസ് എത്ര കാലം ഉണ്ട് എന്ന് നമുക്കറിയില്ല. പണ്ടുള്ള ആളുകൾ പറയും, കുറെ ആളുകളുണ്ടല്ലോ, മെജോറിറ്റി എക്സിസ്റ്റ് ബട്ട് വെരി ഫ്യൂ ലീവ്. കുറെ ആളുകൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളൊക്കെ നിലനിൽക്കുകയാണോ ജീവിക്കുകയാണോ നമ്മൾ ചോദിക്കണം. എന്താ നിലനിൽപ്പും ജീവവും തമ്മിലുള്ള വ്യത്യാസം? ചിലവരെല്ലാം സ്വപ്നങ്ങളിലും മോഹങ്ങളിലും പ്രതീക്ഷകളിലും അത് നിറവേറാത്ത ദുഃഖങ്ങളിലും മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിലും ഒരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കും നാളെ എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാണ് കുറെ ആളുകൾ. ചില ആളുകളാണെങ്കിലോ ഇന്ന് ഇപ്പോഴുള്ള ജീവിതത്തെ വളരെ സന്തോഷത്തോടെ കണ്ട് ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അവരതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോ ഈ നിമിഷം ഉൾക്കൊണ്ടുകൊണ്ട് സംതൃപ്തിയോടെ സന്തുഷ്ടരായി ജീവിക്കുന്നവരാണ് ശരിക്കും ജീവിക്കുന്നവര്. ബാക്കിയുള്ളവരൊക്കെ നിലനിൽക്കുന്നവരാണ്. ജീവിതം എത്ര കാലമുണ്ട് എന്ന് ഇതുവരെ ഒരു ഗ്യാരണ്ടിയും ആർക്കും തരാൻ സാധിച്ചില്ല. നോക്കൂ, ഇന്നിപ്പോ നമ്മുടെ ഭാരതം, ലോകം മുഴുവൻ IT മേഖലയാണ് വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. സ്വപ്നങ്ങളുടെ ലോകമാണത്. ഇപ്പോ അമേരിക്കയിലെ എക്കണോമി തകർന്നപ്പോണ്ടല്ലോ ആ സ്വപ്നങ്ങളിൽ ചിലർക്കൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഇതൊരു സ്റ്റഡി ആയിട്ടുള്ള പോക്കല്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ലോകത്തിൽ ഒരു മേഖലയും ഇന്നേ വരെ പൂർണ്ണമാക്കി സ്റ്റഡിയാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടി കുട്ടിക്കാലത്ത് എന്തെല്ലാം മരുന്നുകളൊക്കെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ട് അല്ലേ? ആർക്കെങ്കിലും മരിക്കുന്നത് വരെ ഒരസുഖവും വരുത്താതെ ഹെൽത്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കല്യാണം കഴിയുന്നത് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് കരുതിയിട്ടാണ് ജാതകം നോക്കുന്നത്. 10ൽ 10 പൊരുത്തവും ചേർന്നിട്ടുള്ള കുടുംബങ്ങളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന്. അവര് പറയും, ഒരു പൊരുത്തവും ഇല്ലാതെ നോക്കാത്ത കല്യാണത്തിനേക്കാൾ പ്രശ്നം കൂടിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ എന്ന്. എവിടെ നോക്കിയാലും പെർഫെക്ഷൻ ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. വിഡ്ഢികളല്ലേ നാളെ നേരെയാവുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നത്. അപ്പം നാളത്തെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണപ്രഭാ ചഞ്ചലം. എപ്പോഴാ പോവുക അറിയില്ല. ഒരു സുനാമി വന്നാൽ പോവാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും. ഭൂമിദേവി വിചാരിക്കുകയാണ് ഇനി ലോകം വേണ്ടാന്ന്. ഒന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ ലോകം. നമ്മുടെ ഫ്ലാറ്റിനെ ഫ്ലാറ്റാക്കാൻ ഭൂമിദേവിക്ക് എത്ര സമയം വേണം? എത്ര സമയം വേണം? ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ ഭൂമിയിലുള്ള ശക്തികൾക്ക് സാധിക്കും. അതിനെ ഒന്നും നിയന്ത്രിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ നാളെ ഇത് നടക്കും നാളെ അത് നടക്കും എന്നുള്ള സ്വപ്നത്തിൽ ജീവിക്കുന്നത്? സ്വപ്നങ്ങൾ ഉണ്ടാവരുത് എന്നല്ല പിടിക്കുന്നത് രാമായണമൊക്കെ. നിങ്ങൾ സ്വപ്നം കണ്ടോളൂ, പ്രവർത്തിച്ചോളൂ, പക്ഷേ ജീവിക്കേണ്ടത്
ഈ നിമിഷം ഇവിടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശീലിക്കൂ ലക്ഷ്മണ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് പ്രശ്നങ്ങൾ വന്നത്. അതുകൊണ്ട് അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, ഈ റിലേഷനൊക്കെ എന്നും എന്റെ കൂടെ ഉണ്ടാകും, ഇവരെന്നും ഒരുപോലെ എന്നോട് പെരുമാറും എന്ന് നമ്മൾ വിചാരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയാനും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത് ഈ നിമിഷത്തെ ജീവിതത്തെ എനിക്ക് സാധ്യമാക്കി തന്നത് മകനോ മകളോ ഭാര്യയോ ഭർത്താവോ അല്ല. ഈ നിമിഷം എന്റെ ജീവിതം സാധ്യമാക്കി തന്നത് എനിക്കൊരു ഭർത്താവിനെ സ്നേഹിക്കാനോ മകനെ സ്നേഹിക്കാനോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നത് ആരാണ്? എന്റെ കൂടെ ഇരിക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനാണ് കൂടെയുള്ളതെന്ന ബോധത്തോടെ ജീവിക്കാൻ മനസ്സിനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഭഗവാനോടും പെരുമാറ്റം മറ്റുള്ളവരോടും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരോട് പെരുമാറ്റം മാത്രമേ കാണിക്കാവൂ, ഇടപഴകൽ മാത്രമേ കാണിക്കാവൂ. പക്ഷേ അറ്റാച്ച്മെന്റ് മുഴുവൻ ഭഗവാനോട്. പാഞ്ചാലിയെപ്പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അറ്റാച്ച്മെന്റ് മുഴുവൻ കൃഷ്ണനോടായിരുന്നു. മറ്റുള്ളവരോട് ജീവിതത്തിൽ ഇടപഴകേണ്ടുന്ന പെരുമാറ്റങ്ങളെ പെരുമാറിക്കൊണ്ട് ദേവി ജീവിതം നയിച്ചുപോയി. അതുകൊണ്ടോ മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെയോ മക്കളുടെയോ മൂട് താങ്ങിയിട്ടല്ല മരിച്ചത്. പാഞ്ചാലി ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തുണ്ടല്ലോ, മക്കളുടെ കാല് താങ്ങിയിട്ടില്ല. ഇന്നത്തെ അമ്മമാരും അച്ഛന്മാരും പഠിക്കേണ്ടതാണത്. വാർദ്ധക്യം വരുന്തോറും മക്കളുടെ അടുത്തേക്കാണ് ഓടുന്നത്. ഇതാടാ നോക്കൂ എന്നും പറഞ്ഞിട്ട്. പാഞ്ചാലി ശരീരം ഉപേക്ഷിക്കുന്നത് ദ്രൗപദീ ച തഥാജ്ഞായാം. ദ്രൗപദി മനസ്സിലാക്കി ശരീരം പോവാൻ തയ്യാറാവുകയാണെന്ന്, മരണം അടുത്തിരിക്കുന്നുവെന്ന്. പറയണോ ഭാഗവതം, ദ്രൗപദീ ച തഥാജ്ഞായാം പതീനാമനപേക്ഷിതം വാസുദേവേ ഭഗവതി ഏകാന്തമതിർദൃഢാ. വാസുദേവേ ഭഗവതി, ഭഗവാൻ വാസുദേവനിൽ തന്നെ മനസ്സിനെ വെച്ചു. പതീനാമനപേക്ഷതം, തന്റെ ഭർത്താക്കന്മാരെ ആരെയും ആശ്രയിച്ചതേയില്ല എന്നാണ്. ഇതൊക്കെ പഠിക്കാനാണ് നമ്മൾ ഭാഗവതവും രാമായണമൊക്കെ പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ സ്വയം ചോദിക്കൂ, ഞാനിപ്പോ ഈശ്വരനെ ആശ്രയിച്ചിട്ടാണോ ജീവിക്കുന്നത്, അതോ മക്കളെ ആശ്രയിച്ചിട്ടാണോ ഭർത്താവിനെ ആശ്രയിച്ചിട്ടാണോ ജീവിക്കുന്നത്? അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നാം ശരിയായിട്ടുള്ള ആത്മീയതയിലേക്ക് ഉയർന്നിട്ടില്ല പറയണം. അമ്പലഭക്തിയിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടുണ്ടാവും, റിയൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് തന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് തന്റെ കൂടെ എപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ. സർവധർമാൻ പരിത്യജ്യ മാമേകം, എന്നെ തന്നെ മുറുകെ പിടിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൽ സമർപ്പിക്കുന്ന ജീവിതമാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ അതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നല്ലവണ്ണം പ്രയത്നിക്കേണ്ടത്. അല്ലാതെ അച്ഛൻ, അമ്മ, രാജ്യം ഇതൊക്കെ വച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ രാമായണം കാണുന്നത് 7 കമ്പുകളുള്ള ഒരു മുളയായിട്ടാണ്. ഇത് വളരെ നല്ലൊരു സിമിലിയാണത്. 7 കമ്പുകളുള്ള ഒരു മുള. ഏതൊക്കെയാണ് അത്ര 7 കമ്പുകള്? ത്വക്ക്, മാംസം, അസ്ഥി, മജ്ജ, പിന്നീട് വിൺമൂത്രം, മലവും മൂത്രവും, രേതസ്സും, ബീജം. ഇപ്പൊ ഒരു വ്യക്തിയുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് പാക്ക് ചെയ്തിരിക്കുകയാണ് പ്രകൃതി. ആ പാക്കിംഗ് ഒന്ന് അഴിച്ചു നോക്കിയാൽ നമ്മൾ പ്രസന്റേഷനൊക്കെ കൊടുക്കില്ലേ ഓരോ വീട്ടില്? അപ്പൊ അതൊക്കെ 4-5 പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണല്ലോ കൊടുക്കുക. അതുപോലെ ഈ പ്രകൃതി, ഈശ്വരൻ നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഒരു പാക്കിംഗ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ് അത്രയുള്ളത്? ഒന്നാമത്തെ ത്വക്ക് എന്ന് പറയുന്ന തോലല്ലേ. സ്പർശ ഫീലിംഗ് അനുഭവിപ്പിക്കുന്നത് ഒരു ഇന്ദ്രിയമാണ്. അത് ത്വക്കിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തോലും തൽക്കാലം അർത്ഥെടുക്കാം. തോലഴിച്ചെടുത്താൽ പിന്നെ വരുന്നത് മാംസം. നിങ്ങൾ ഈ റോട്ടിലൂടെയൊക്കെ കാണാറില്ലേ ഈ മൃഗങ്ങളെയൊക്കെ കൊന്ന് തൂക്കിയിട്ടിരിക്കുന്നത്? ആ തോൽ അങ്ങോട്ട് മാറ്റിയിട്ടാൽ പിന്നെ മാംസം. പിന്നെ അത് കഴിഞ്ഞാൽ എല്ല്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ
മജ്ജ ഒരു സാധനമുണ്ട്. ഇപ്പൊ എത്രേ? ത്വക്ക്, മാംസം, അസ്ഥി, മജ്ജ, രക്തം. അഞ്ചാമത്തത് രക്തം. ആറാമത്തത് കുറെ വയറിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? മലവും മൂത്രവും ഉണ്ടാവും. കഴിച്ച ഭക്ഷണത്തിന്റെയൊക്കെ അവശിഷ്ടം ഉണ്ടാവുന്നതാണ്. ഏഴാമത്തത് ആണും പെണ്ണും ആണെങ്കിൽ രേതസ്സും ബീജവും ഒക്കെ ഉണ്ടാക്കുന്ന സാധനം, നമ്മുടെ ശരീരത്തിൽ പ്രത്യുൽപാദനത്തിന് വേണ്ടുന്ന സാധനം, അതും നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് പറയാൻ. ഇതാണ് ഓരോ വ്യക്തിയുടെയും ശരീരത്തിലുള്ളത്. ഈ 7 കമ്പുകളുള്ള ഒരു മുളയാണ് ഈ ശരീരം. ഇതാണെങ്കിലോ 7 പോകുന്നതാണ്. എന്നാൽ ഇതിനെ നിർത്തുന്നതാണെങ്കിലോ പറയുന്നു, ഇനി ഈ 7 കമ്പുകളെയും ആരാണ് ഒന്നിപ്പിച്ചു നിർത്തുന്നത്? ഇതിനൊക്കെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വച്ചിരിക്കുന്നത് ആരാണ്? നിങ്ങൾ മരിച്ചുപോയ ശരീരത്തെ നോക്കൂ. നിങ്ങൾ അത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മാംസം മണ്ണിലേക്ക് ചേരും. പിന്നീട് കുറെ കാലം അത് അസ്ഥികൂടമായിട്ട് മാത്രം നിൽക്കും. അങ്ങനെയാണ്. അപ്പൊ ആരാണ് ഈ മാംസത്തെയും അസ്ഥിയെയും ഒക്കെ പിടിച്ചു നിർത്തിയത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വര ചൈതന്യമാണ്. ആത്മാവ് തന്നെ ആത്മാവാണ്. അപ്പോ ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും. ഇതുവരെ ഇതിനെ പിടിച്ചു നിർത്തിയ ആ ശക്തിയെ നേടാതെ, അതിന്റെ നിശ്ചയപ്രകാരം ജീവിതത്തെ കാണാതെ ജീവിക്കുന്ന നമ്മൾ വിഡ്ഢികളല്ലേ ലക്ഷ്മണ? അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എക്സ്പെക്ടേഷൻ ക്രിയേറ്റ്സ്. ഒരു കാര്യത്തിൽ നാം പ്രതീക്ഷ വെച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ റിയാക്ഷൻ കോപരൂപത്തിൽ വരും. ക്രോധം പിന്നീട് ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കും. അകൽച്ച പിന്നീട് ദുഃഖമുണ്ടാക്കും. ദുഃഖം പിന്നീട് നമ്മുടെ ജീവിതത്തോട് വിരസതയുണ്ടാക്കും. വിരസത നമുക്ക് മരണത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. ജീവിതം മതിയാൻ തോന്നിക്കഴിഞ്ഞാൽ മരിക്കാനുള്ള ജീവിതം, ഒറ്റപ്പെടുത്തും ജീവിതം. അപ്പൊ ക്രോധം കൂടുന്തോറും ഒറ്റപ്പെടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ബുധജനം, വിവേകമുള്ളവര് ഏതിനെ ജയിക്കണം? ക്രോധത്തെ ജയിക്കണം. നാളെ ഞാൻ ഒറ്റപ്പെടും, എന്നെ മറ്റുള്ളവര് ഒറ്റപ്പെടുത്തും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ എന്തിനെ ത്യജിക്കണം? ക്രോധത്തെ. പ്രായമാകും തോറും അച്ഛനമ്മമാരെ കുട്ടികൾ ഉപേക്ഷിക്കാനുള്ള കാരണം എന്തായിരിക്കണം? അനാവശ്യമായ കോപമാണ്. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടലുകളാണ്. അവര് ഒരു വർത്തമാനകാലത്തിലല്ല ജീവിക്കുക. അവര് ജീവിക്കുന്നത് മുഴുവൻ അവരുടെ ജീവിതം എങ്ങനെ നയിച്ചോ അതേപോലെ മക്കളും ജീവിക്കണം എന്നുള്ള പ്രതീക്ഷകളിലാണ്. അതാണ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതുകൊണ്ട് വിവേകമുള്ളവരൊക്കെ രാമായണം ഉൾക്കൊള്ളും തോറും നിങ്ങൾ പഠിക്കേണ്ടത്, കാമം കൊണ്ട് ദശരഥൻ ഒറ്റപ്പെടുകയാണ്. അതുപോലെ ലക്ഷ്മണനോട് പറയാണ്, കോപം കൊണ്ടും മനുഷ്യൻ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടും. അതുകൊണ്ട് വിവേകമുള്ളവര് കാമത്തെയും കോപത്തെയും നിയന്ത്രിച്ചാൽ മറ്റുള്ളവരാൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. ഇത് ഉൾക്കൊള്ളാനാണ് രാമായണത്തിലൂടെ ലക്ഷ്മണനോട് ശ്രീരാമസ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ വളരെ വളരെ ചിന്തനീയമാണ് ഈ കാര്യങ്ങളൊക്കെ. പ്രായം വരുന്തോറും നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ കഴിയുന്നത്ര കോപം കുറയ്ക്കണം. ഈ കോപത്തെ നിയന്ത്രിക്കാൻ എന്താ വഴി? കോപത്തെ നിയന്ത്രിക്കാൻ കൺട്രോൾ ദ ടങ് എന്നാണ്. എവിടെ നിയന്ത്രിക്കണം? നാവിനെ നല്ലവണ്ണം നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കാൻ എന്താ വഴി? നാവിനെ നിയന്ത്രിക്കാൻ ആ നാവിനെ കൊണ്ട് ഭഗവത് നാമം ചൊല്ലിക്കാൻ പരിശീലിക്കുക. അങ്ങനെ ഭഗവത് നാമം ചൊല്ലും തോറും ദേഷ്യം എന്നുള്ളത് കുറഞ്ഞു 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 വരും. അങ്ങനെ ഒരു ദിവസം നമുക്ക് കോപത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാം. അന്ന് നിങ്ങൾക്ക് ഓരോ നിമിഷവും ജീവിക്കാൻ, എന്ത് വരുന്നുവോ അതിനെ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റും. പലരും വിചാരിക്കുന്നത് കോപം പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. ചിലരാണെങ്കിലോ കോപത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി പല സാധനങ്ങളും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊന്നും അത് പോയില്ല പറയാണ്. നല്ല വിവേകം വേണം. ഇതാണ് ലക്ഷ്മണനോട് പറയുന്നത്. കോപം കൊണ്ട് എടുത്ത് ചാടി ഒന്നും പറയുകയും ഒന്നും
പ്രവർത്തിക്കുകയും ചെയ്യരുത്. പ്രവർത്തിക്കുന്നതിനേക്കാളും വലുത് പറയരുത്. അതുകൊണ്ടാണ് നമ്മളുണ്ടല്ലോ, ചിലര് കോപം കൊണ്ട് രണ്ടെണ്ണം കൊടുക്കും. ചിലര് പറയാറുണ്ട്, ആ പറയുന്നതിനേക്കാളും ഭേദം രണ്ടെണ്ണം തന്നാ മതിയിരുന്നു എന്ന്. ആ ചിലരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ലേ പ്രിയൻ. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കി പൂർണ്ണമാക്കാൻ സാധിക്കും. ലക്ഷ്മണോപദേശം നമ്മളെ ധരിപ്പിക്കുന്നത് നാം ജീവിതത്തിൽ എന്തിനെ വാല്യൂ ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇഫ് യു വാല്യൂ, നിങ്ങൾ വാല്യൂ ചെയ്യുന്നത് അർത്ഥത്തെയാണെങ്കിൽ, സമ്പത്തിനെയാണെങ്കിൽ, നിങ്ങളുടെ വീടിനെയാണെങ്കിൽ, ആ വീടിനും നിങ്ങളുടെ സമ്പത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെയാണ് വാല്യൂ ചെയ്യുന്നെങ്കിൽ ആ ബന്ധങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറികളെല്ലാം നിശ്ചയിക്കുന്നത് നാം ഏതിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ പിടിച്ചിരിക്കുന്നത് നിങ്ങളെ തന്നെ നിലനിർത്തുന്ന നിങ്ങളുടെ ആത്മസത്തയാണെങ്കിൽ, ആന്തരിക ചൈതന്യത്തെയാണെങ്കിൽ നിങ്ങളെ അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. നിർമ്മല ബ്രഹ്മസിന്ധോ, നിർമ്മലമായ അന്തർലീനമായ ആത്മചൈതന്യ പ്രകാശത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ആത്മാവായി നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണുകയും ഭഗവാനെ കാണുകയും ആ ഭഗവാനിലാണ് നിങ്ങൾ മനസ്സ് വച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികാരമോ ബന്ധങ്ങളോ വീടോ പണമോ ഇതൊന്നും വലുതാവില്ല എന്ന് പറയാണ്. അതിന് വല്ലതും സംഭവിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ അതിനൊന്നും തളർത്താൻ സാധ്യമല്ലെന്ന ഒരു പാഠം ശ്രീരാമസ്വാമി ആരെ പഠിപ്പിക്കണോ? ലക്ഷ്മണനെ പഠിപ്പിക്കണം. ക്രോധത്തിന് കാരണം നാം ഏതോ ഒന്നിനെ മുറുകെ പിടിക്കുന്നുണ്ട്. അത് വിടണം. നമ്മൾ ഈശ്വരീയമായൊരു സ്നേഹത്തിലേക്ക് ഉയർന്നാലേ ക്രോധത്തെ എടുത്തു കളയാൻ സാധിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ക്രോധത്തിന്റെ പിടിയിലാണ്. രാഷ്ട്രീയ പാർട്ടികളെ നോക്കൂ നിങ്ങൾ, മതത്തെ നോക്കൂ നിങ്ങൾ. ഒരാളെ തൊട്ടാ മറ്റൊരാളെ കൊല്ലുക. അവിടെയാണ് നമ്മുടെ ഗീതയ്ക്കൊക്കെ പറയാനുള്ളത്, അവൻ എനിക്ക് ഭക്തനാണ്, അവൻ എനിക്ക് പ്രിയനാണ്. ആരെയാണ് എനിക്ക് പ്രിയം? എന്നിൽ ആരാണോ മനസ്സും ബുദ്ധിയും അർപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഈ ബോധത്തിൽ നമ്മൾ ജീവിക്കൂ. ഇപ്രകാരം ലക്ഷ്മണൻ ഉപദേശം കൊടുത്ത് ഉടനെ ശ്രീരാമസ്വാമി അമ്മയുടെ നേരെ തിരിഞ്ഞു.